ഹലോ, നമുക്കിന്നൊരു മൂഡ് ട്രാക്കർ ചെയ്യാം. ഞാനിവിടെ സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ജേർണലിൻ്റെ ഒരു പേജിൽ ഇത് ആഡ് ചെയ്യാം. ഇത് മൂഡ് ട്രാക്കറായിട്ട് യൂസ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഹാപ്പി ട്രാക്കറാക്കി മാറ്റുകയും ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് ഇത് വെച്ചിട്ട് ഈ മന്തിൻ്റെ ലാസ്റ്റ് നമ്മൾ എത്ര ദിവസം ഹാപ്പി ആയിട്ടിരുന്നെന്നും സാഡായിട്ടിരുന്നെന്നും പ്രൊഡക്റ്റീവായിട്ടിരുന്നെന്നും ഒക്കെ ഒന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. ഇതുകൊണ്ട് അത്രമാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഞാനിത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ചെറിയുടെ തീമിലാണ്. അപ്പം നമുക്ക് ഈ മന്തിൽ 30 days ആണുള്ളത്. അതുകൊണ്ട് തന്നെ 30 ചെറീസ് ആണ് വരച്ചു കൊടുക്കുന്നത്. ആദ്യം തന്നെ പെൻസിൽ യൂസ് ചെയ്തിട്ട് റഫായിട്ട് അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഒന്ന് വരച്ച് നോക്കുക. എന്നിട്ട് മാത്രം അത് ഔട്ട്ലൈൻ ചെയ്തെടുത്താൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് സ്ഥലം തികയാതൊക്കെ വന്നെന്നിരിക്കും. അതുകൊണ്ട് തന്നെ പെൻസിൽ വെച്ചിട്ട് വരച്ചു കൊടുക്കുക. നമുക്ക് വേണ്ടതെല്ലാം വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയുള്ള ട്രാക്കേഴ്സ് യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ ലൈഫ് കുറച്ചും കൂടി പ്രൊഡക്റ്റീവാക്കി വെക്കാൻ പറ്റും. നമ്മൾ ഹാബിറ്റ് ട്രാക്കേഴ്സ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹാബിറ്റ്സ്, നമ്മളെന്നും ചെയ്യുന്ന കാര്യങ്ങളൊന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ കുറച്ച് ഇൻട്രസ്റ്റ് കുറവുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിൽ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ട്രാക്കേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, നമുക്ക് അതും ചെയ്യാം. ഞാനിവിടെ നമുക്ക് വരാൻ ചാൻസ് ഉള്ള മൂഡ്സ് കൂടി ഒന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. ഹാപ്പി, അപ്സെറ്റ്, അതുപോലെ തന്നെ പ്രൊഡക്റ്റീവ്, ടയേർഡ് എന്നിങ്ങനെ 4 എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഓരോ കളേഴ്സ് കൂടി ഇതിലൊന്ന് കൊടുക്കാം. ഇതാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന കളർ കോഡ്. ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ ഓരോ ചെറീസും ഫില്ല് ചെയ്യാൻ പോകുന്നത്. ഓരോ ദിവസം എന്തൊക്കെ മൂഡാണോ നമുക്ക് ഉണ്ടാകുന്നത് അതാണ് ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഇത് മിക്സ്ഡ് ആയിട്ട് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ സിംഗിൾ കളേഴ്സായിട്ടൊക്കെ ചെയ്യാം. അതൊക്കെ നമ്മൾ ആ ദിവസം നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ആ രീതിയിൽ വേണം ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കല്ലേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.